നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 11 കുങ്കി ആയുധധാരികൾ കൊല്ലപ്പെട്ടതിനു പിന്നാലെ ചൊവ്വാഴ്ച മണിപ്പൂരിൽ 2 പേർ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയതായി പോലീസ്. തിങ്കളാഴ്ച കലാപകാരികൾ തീയിട്ട ജാങ്കുരദോർ കരോങ് മേഖലയിലെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ചൊവ്വാഴ്ച നടത്തിയ തിരച്ചിലിൽ 2 പുരുഷന്മാരുടെ മൃതദേഹം കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടന വായിച്ചിട്ടില്ലെന്ന് തനിക്ക് ഉറപ്പു പറയാനാകുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് BJPയും RSSും 24 മണിക്കൂറും ശ്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയായിരുന്നു പരാമർശം. രാജ്യത്തെ ചില്ലറ വിൽപ്പന മേഖലയിൽ വിലക്കയറ്റ തോത് 6.21% വർദ്ധിച്ചു. കേന്ദ്ര സ്ഥിതിവിവര കണക്ക് മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഒക്ടോബറിൽ ഉപഭോക്തൃ വില അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ തോതാണ് 6.21% ഉയർന്നത്. 19 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പച്ചക്കറി, പലവ്യഞ്ജനം, ചിക്കൻ, ഗ്യാസ് തുടങ്ങി എല്ലാ നിത്യോപയോഗ വസ്തുക്കൾക്കും വില വർദ്ധിച്ചതോടെ ഹോട്ടൽ വ്യവസായം കടുത്ത പ്രതിസന്ധിയിൽ. ചിക്കൻ വിഭവങ്ങൾ വിളമ്പി കൈ പൊള്ളുകയാണ്. സവാളയുടെ വില കൂടി ഉയർന്നതോടെ പ്രതിസന്ധി അതിരൂക്ഷമായി. വിലവർധന രൂക്ഷമായതോടെ ഹോട്ടലുകളിൽ നിന്ന് ചിക്കൻ വിഭവങ്ങൾ ഒഴിവാക്കി തുടങ്ങി. കോഴിക്കൊപ്പം പാചകവാതകത്തിനും സവാള ഉൾപ്പെടെയുള്ള പച്ചക്കറികൾക്കും വില കൂടിയതോടെ ഹോട്ടൽ നടത്തിപ്പ് വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അമേരിക്കയിൽ കുടിയേറുന്നതിന് അപേക്ഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ നാടകീയമായ വർധനയുണ്ടായെന്ന് കണക്കുകൾ. 2021 സാമ്പത്തിക വർഷത്തിൽ 4330 അപേക്ഷകൾ ലഭിച്ചപ്പോൾ 2023 അത് 41330 ആയെന്നാണ്. വർധന 855%. അപേക്ഷകരിൽ പകുതിയോളം ഗുജറാത്തിൽ നിന്നാണെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പറയുന്നു. പശ്ചിമേഷ്യയിലെ പ്രമുഖ ബിസിനസ് പ്രസിദ്ധീകരണമായ അറേബ്യൻ ബിസിനസിന്റെ 2024 മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച 100 കമ്പനികളുടെ പട്ടികയിൽ മികച്ച സ്ഥാനം നേടി ലുലു ഗ്രൂപ്പ്. 12ാം സ്ഥാനമാണ് ലുലു ഗ്രൂപ്പിന് ലഭിച്ചത്. ആദ്യ 15-ൽ ഇടം നേടിയ ഏക ഇന്ത്യൻ കമ്പനിയും ലുലുവാണ്. UAE ആസ്ഥാനമായ ദ ഗിവിംഗ് മൊമെന്റ് കമ്പനിയാണ് പട്ടികയിൽ 1ാമത്. ഗ്ലോബൽ വ്യോമയാന മേഖലയിലെ ഏറ്റവും മികച്ച ഏവിയേഷൻ കമ്പനി എന്ന വിശേഷണത്തോടെ എമിറേറ്റ്സ് എയർലൈൻ 2ാം സ്ഥാനം നേടി. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.